സോയ ചങ്ക്സ് കിട്ടുമ്പോഴേ നമ്മളെപ്പോഴും ഒരേ രീതിയിൽ വെക്കാതെ ഒന്ന് വ്യത്യസ്തമായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ അത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ 200 ഗ്രാം സോയ ചങ്ക്സ് ഞാൻ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. ഒരു 2-3-4 മിനിറ്റ് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് കഴുകി വാർത്ത് വെച്ചതിന് ശേഷം ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് വലിയ സവോള, മീഡിയം സൈസിലാണെങ്കിൽ 2 എടുത്താൽ മതി. 2 സവോള ചെറുതായി അരിഞ്ഞത് ഇതിലേറ്റിട്ട് നല്ലൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഉള്ളി നന്നായി വഴറ്റിയെടുക്കുക. നല്ല വഴന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് മല്ലി പുതിന ഇലയാണ് അതുപോലെ ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. അത് കൂടി ചേർത്ത് നല്ലൊന്ന് ആ ഇഞ്ചിൻ്റെ വെളുത്തുള്ളിൻ്റെയൊക്കെ മണം വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വാടി നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് വലിയൊരു തക്കാളി ചെറുതായി കട്ട് ചെയ്തതാണ്, അത് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കണം കേട്ടോ. എന്നിട്ടിത് തക്കാളിയൊക്കെ നല്ലൊന്ന് വെന്ത് കിട്ടും. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു കുഴഞ്ഞ് വരണം കേട്ടോ തക്കാളി. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനിയിപ്പോൾ ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ചെറിയൊരു ടീസ്പൂൺ മുളക് പൊടി. ഇനി ഇതിലേക്ക് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് ചെറു തീയിലൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ പൊടിച്ചെടുത്ത സോയ ചങ്ക്സ് ഇതിലേക്ക് ചേർക്കുകയാണ്. എന്നിട്ടിത് നല്ലൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല സോയ ചങ്ക്സൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മുട്ടയാണ്. ഇതിലേക്ക് ഞാൻ 2 മുട്ട ചേർക്കുന്നുണ്ട്. ഇനി നമുക്കത് വീണ്ടും നല്ലൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. മുട്ട ഒന്ന് വെന്ത് കിട്ടുന്ന വരെ നമുക്കിതൊന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും. എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ. താങ്ക് യു.